ഹലോ, ഈ സെഷനിലേക്ക് സ്വാഗതം. ഈ പ്രത്യേക മോഡ്യൂളിൽ ഡൈ പെനട്രന്റുകൾ ഉപയോഗിച്ച് വെൽഡിംഗ് വൈകല്യങ്ങളുടെ വിലയിരുത്തലിനെ കുറിച്ച് നിങ്ങൾ പഠിക്കും. മോഡ്യൂളിന്റെ അവസാനം നിങ്ങൾക്ക് നിറവേറ്റാൻ കഴിയുന്ന ലക്ഷ്യങ്ങൾ ഇവയാണ്: ഡൈ പെനട്രന്റുകൾ ഉപയോഗിച്ച് വെൽഡിംഗ് ഡിഫക്റ്റുകളുടെ വിലയിരുത്തൽ, ഡൈ പെനട്രന്റുകൾക്ക് ഉപരിതലം തയ്യാറാക്കൽ, ഡിഫക്റ്റുകളുള്ള പ്രദേശത്തിന്റെ ഉപരിതലത്തിൽ പെനട്രന്റ് പ്രയോഗിക്കുന്നു, ഡെവലപ്പർ ആപ്ലിക്കേഷൻ, ഡിഫക്റ്റുകൾ പരിശോധിക്കുന്നു, സുരക്ഷ. ഡൈ പെനട്രന്റുകളുടെ ഉപയോഗത്തിലൂടെ വെൽഡിംഗ് ഡിഫക്റ്റുകൾ വിലയിരുത്തുന്നത് വെൽഡിംഗിലെ വൈകല്യങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഒരു മാർഗമാണ്. വെൽഡിംഗ് ഡിഫക്റ്റുകൾ വിലയിരുത്തുന്നതിനുള്ള ഈ രീതി പെനട്രന്റ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ലിക്വിഡ് പെനട്രന്റ് ഇൻസ്പെക്ഷൻ (LPI) എന്നും അറിയപ്പെടുന്നു. ലിക്വിഡ് പെനട്രന്റ് ഇൻസ്പെക്ഷൻ എന്നത് വെൽഡ് മെറ്റൽ, സോളിഡ്, നോൺ പോറസ് വസ്തുക്കൾ എന്നിവയുടെ ഉപരിതലത്തിലേക്ക് തുറന്നിരിക്കുന്ന തടസ്സങ്ങൾ വെളിപ്പെടുത്തുന്നതിനുള്ള ഒരു നോൺ ഡിസ്ട്രക്റ്റീവ് രീതിയാണ്. ഈ രീതിയുടെ സഹായത്തോടെ വർക്ക് പീസിന്റെ കോൺഫിഗറേഷൻ പരിഗണിക്കാതെയും ന്യൂനത ഓറിയന്റേഷൻ പരിഗണിക്കാതെയും നിങ്ങൾക്ക് ഒരു വിശാലമായ സ്പെക്ട്രം കുറവുള്ളതിന്റെ സൂചനകൾ കണ്ടെത്താൻ കഴിയും. കാപ്പിലറി പ്രവർത്തനത്തിലൂടെ വിവിധതരം സൂക്ഷ്മതല സുഷിരങ്ങളിലേക്ക് കടക്കുന്നതിലൂടെ ദ്രാവക പെനട്രന്റുകൾ പ്രവർത്തിക്കുന്നു. ഇക്കാരണത്താൽ ഉപരിതലത്തിലേക്ക് തുറന്നിരിക്കുന്ന എല്ലാത്തരം ഉപരിതല വിള്ളലുകൾ, ലാപ്സ്, പോറോസിറ്റി എന്നിവ കണ്ടെത്തുന്നതിന് ഈ പ്രക്രിയ നന്നായി യോജിക്കുന്നു. പ്രായോഗികമായി ലിക്വിഡ് പെനട്രന്റ് പ്രക്രിയ ഉപയോഗിക്കുവാനും നിയന്ത്രിക്കുവാനും താരതമ്യേന ലളിതമാണ്. പോറസ് മെറ്റീരിയലുകൾ ഒഴികെ മിക്കവാറും എല്ലാ മെറ്റീരിയലുകൾക്കും ഇത് ബാധകമാണ്. ലിക്വിഡ് പെനട്രന്റ് പരിശോധനയ്ക്കിടെ ഇനി പറയുന്ന ഘട്ടങ്ങൾ പാലിക്കേണ്ടതുണ്ട്. പെനട്രന്റുകൾ പ്രയോഗിക്കുന്നതിന് മുൻപ് ഉപരിതലം നന്നായി വൃത്തിയാക്കുകയും പൂർണ്ണമായും ഉണക്കുകയും വേണം. ഉപരിതലം ഏതെങ്കിലും തരത്തിലുള്ള എണ്ണ, ഗ്രീസ്, വെള്ളം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മലിനീകരണത്തിൽ നിന്ന് മുക്തമായിരിക്കണം. പെനട്രന്റ് പരിശോധനയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ. പെനട്രന്റ് പരിശോധനയിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളിൽ ഉൾപ്പെടുന്നു പെനട്രന്റ്, ക്ലീനർ, ഡെവലപ്പർ, ലിൻ ഫ്രീ റാഗുകൾ, ആവശ്യമെങ്കിൽ ഒരു എമൽസിഫയർ. പെനട്രന്റ്. 2 തരം പെനട്രന്റുകളാണുള്ളത്. ഫ്ലൂറസെന്റ് തരം, ദൃശ്യമായ തരം വ്യാപകമായി ഉപയോഗിക്കുന്നു. ലിക്വിഡ് പെനട്രന്റ് തിരഞ്ഞെടുക്കുക. നല്ല വെളിച്ചത്തിൽ എളുപ്പത്തിൽ കാണാവുന്ന ഒരു നിറമുള്ള ചായം, സാധാരണയായി റെഡ് ഡൈ, അടങ്ങിയിരിക്കുന്നു. ഡെവലപ്പേഴ്സ്. ഡെവലപ്പർ ഒരു ഉണങ്ങിയ പൊടിയോ അല്ലെങ്കിൽ പെട്ടെന്ന് ബാഷ്പീകരിക്കപ്പെടുന്ന ഒരു ബാഷ്പീകരണ ദ്രാവകത്തിൽ സസ്പെൻഡ് ചെയ്ത പൊടിയോ ആകാം. പെനട്രന്റ് ടെസ്റ്റിന്റെ സെൻസിറ്റിവിറ്റി ഡെവലപ്പർ പൗഡറിന്റെ വലുപ്പത്തെ ആശ്രയിച്ചിരിക്കുന്നു. മുഴുവൻ പരിശോധനയിലും വെൽഡ് മെറ്റലിന്റെ ഉപരിതല താപനില 16 മുതൽ 50 ഡിഗ്രി വരെയാണ്. വിസിബിൾ ടൈപ്പ് പെനട്രന്റ് അനുയോജ്യമായ രീതിയിൽ പ്രയോഗിക്കുന്നു. അങ്ങനെ ഉപരിതലത്തിൽ പെനട്രന്റിന്റെ ഒരു ഫിലിം രൂപപ്പെടുത്തുന്നു. ഒരാൾക്ക് ഇനി പറയുന്ന രീതിയിൽ പെനട്രന്റ് പ്രയോഗിക്കാൻ കഴിയും: മുക്കി, സ്പ്രേ ചെയ്യുന്നു, ബ്രഷിംഗ്. സ്പ്രേ ചെയ്യുന്നതിനേക്കാൾ ബ്രഷിങ്ങിനാണ് പൊതുവെ മുൻഗണന നൽകുന്നത്. കാരണം ഇത് കുഴപ്പം കുറവായതിനാലും മൂടിയ വിസ്തീർണം കുറയ്ക്കുന്നതിനാലും. വർക്ക് പീസിന് മുകളിൽ ബ്രഷ് ചെയ്തും പെനട്രന്റ് പ്രയോഗിക്കാവുന്നതാണ്. പെനട്രന്റുകൾ പ്രയോഗിക്കുമ്പോൾ ഉപരിതല സുഷിരങ്ങളിലേക്ക് പരമാവധി തുളച്ചു കയറാൻ അനുവദിക്കുന്നതിന് ഫിലിം ഉപരിതലത്തിൽ നീണ്ടു നിൽക്കണമെന്ന് നമ്മൾ ഉറപ്പാക്കണം. പെനട്രന്റിനെ ആഗിരണം ചെയ്യാൻ നിർത്തലാക്കുന്നതിന് ആവശ്യമായ സമയത്തെ ഡിവൈൽ ടൈം, പെനട്രന്റ് ടൈം എന്ന് വിളിക്കുന്നു. കുറഞ്ഞത് 5-20 മിനിറ്റ് അല്ലെങ്കിൽ നിർമ്മാതാവിന്റെ ശുപാർശകൾ പരിശോധിക്കുന്ന ഉപരിതലത്തിൽ പെനട്രന്റ് നിലകൊള്ളണം. ഈ സമയത്ത് പെനട്രന്റ് ഉണങ്ങാൻ അനുവദിക്കില്ല.
ഈ സമയത്ത് തുളച്ചു കയറുന്നത് ഏതെങ്കിലും ന്യൂനതകളിലേക്കോ വിരാമങ്ങളിലേക്കോ ഒഴുകുന്നു. അധിക പെനട്രന്റ് നീക്കം ചെയ്യൽ. പെനട്രന്റുകളുടെ ഉപയോഗത്തിന് ശേഷം അധിക പെനട്രന്റ് നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്കിപ്പോൾ സംസാരിക്കാം. സുഷിരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാത്തതും ഉപരിതലത്തിൽ നിലനിൽക്കുന്നതുമായ പെനട്രന്റ് ഉൽപ്പന്നമാണ് അധിക പെനട്രന്റ്. അധിക പെനട്രന്റ് ഉപരിതലത്തിൽ നിന്ന് നീക്കം ചെയ്യണം. ഉപയോഗിച്ച പെനട്രന്റിന്റെ തരം അധിക പെനട്രന്റിന്റെ നീക്കം ചെയ്യുന്ന രീതി നിർണ്ണയിക്കുന്നു. വെൽഡ്മെന്റ് ഉപരിതലത്തിൽ നിന്ന് അധിക പെനട്രന്റ് സൗമ്യമായി തുടച്ചു നീക്കുന്നു. ഡെവലപ്പർ ആപ്ലിക്കേഷൻ. ഉപരിതലം ഉണങ്ങിയ ശേഷം എത്രയും വേഗം ഡെവലപ്പർ പ്രയോഗിക്കുക. ഡെവലപ്പറുടെ നേരിയതായ ഒരു കോട്ടിംഗ് സ്പ്രേ ചെയ്യുക. അത് ഉപരിതലത്തിലെത്തുമ്പോൾ ചെറുതായി ഈർപ്പമുള്ളതാക്കും. ഡെവലപ്പറുടെ 2-3 ലൈറ്റ് സ്പ്രേകൾ ഒരു കനത്ത പ്രയോഗത്തേക്കാൾ നല്ലതാണ്. ഡെവലപ്പറിന്റെ ഡ്യുവൽ സമയം സാധാരണയായി പെനട്രന്റ് ബ്ലീഡ് ഔട്ട് ചെയ്യാൻ 5 മുതൽ 10 മിനിറ്റ് വരെ എടുക്കും. ഉപയോഗിച്ച ഡെവലപ്പിംഗ് ഏജന്റിന്റെ രൂപത്തെ ആശ്രയിച്ച് വർക്ക് പീസ് അതിനനുസരിച്ച് ഉണക്കുന്നു. മൃദുവായ തണുത്ത വായു പ്രവാഹത്താൽ ഉണക്കൽ സമയം കുറയാം. ഡെവലപ്പർ പിന്നീട് ഉപരിതലത്തിൽ ഒരു ഫിലിം പാളി ഉണ്ടാക്കുന്നു. ഫിലിമിന്റെ പാളി ഉപരിതല സുഷിരങ്ങളിൽ നിന്ന് തുളച്ചു കയറുന്നതിന്റെ സ്വാഭാവിക ചോർച്ചയെ സഹായിക്കുന്നതിനും പെനട്രന്റ് സൂചന വർദ്ധിപ്പിക്കുന്നതിന് മുകളിൽ അത് വ്യാപിപ്പിക്കുന്നതിനും സഹായിക്കുന്നതിന് ഒരു ബ്ലോട്ടറായി പ്രവർത്തിക്കുന്നു. വൈറ്റ് ഡെവലപ്പർ കോൺട്രാസ്റ്റിന് കീഴിൽ ഡിസ്കണ്ടിന്യൂറ്റിയുടെ ദൃശ്യപരത വളരെയധികം വർദ്ധിപ്പിക്കുന്നു. പരിശോധന. ഉപരിതലത്തിൽ പാളി വേണ്ടത്ര വികസിച്ചു കഴിഞ്ഞാൽ ഉപരിതല തുറസ്സുകളിൽ നിന്ന് പെനട്രന്റ് ബ്ലീഡ് ഒഴുകുന്നതിനുള്ള സൂചനയ്ക്കായി അത് ദൃശ്യപരമായി പരിശോധിക്കുന്നു. ഈ പരിശോധന അനുയോജ്യമായ പരിശോധനാ അന്തരീക്ഷത്തിൽ നടത്തണം. നല്ല വെളുത്ത വെളിച്ചത്തിലാണ് ദൃശ്യമായ പെനട്രന്റ് പരിശോധന നടത്തുന്നത്. ഒരു ഫ്ലൂറസെന്റ് പെനട്രന്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അൾട്രാവയലറ്റ് ലൈറ്റ് ഉപയോഗിച്ച് ഇരുണ്ട സ്ഥലത്ത് പരിശോധന നടത്തുന്നു. വ്യാഖ്യാനവും വിലയിരുത്തലും. മുഴുവൻ ശ്രേണിയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണിത്. ഒരു വിള്ളൽ സൂചകത്തിൽ രേഖീയമായി സൂചിപ്പിക്കും. ഒരു ഡോട്ട് സുഷിരത്തെ സൂചിപ്പിക്കുന്നു. സുഷിരത്തിന്റെ ഒരു ശ്രേണി ഇറുകിയ വിള്ളലിനെ സൂചിപ്പിക്കുന്നു. സ്വീകാര്യത. മാനദണ്ഡങ്ങൾക്കനുസൃതമായി അധികമായുള്ള സൂചനകൾ അല്ലെങ്കിൽ വൈകല്യങ്ങൾ ഉചിതമായ മാർഗങ്ങളിലൂടെ നീക്കം ചെയ്യുക. ആവശ്യമെങ്കിൽ വെൽഡിംഗ് വഴി നന്നാക്കുക. പോസ്റ്റ് ക്ലീനിംഗ്. ഒരു ബ്രഷ് അല്ലെങ്കിൽ ടവൽ ഉപയോഗിച്ച് പൊടി തുടച്ച് വെൽഡുകളിൽ നിന്ന് ഡെവലപ്പർ വെളുത്ത ചോക്ക് പൊടി നീക്കം ചെയ്യുക. ഡെവലപ്പറുടെയും പെനട്രന്റിന്റെയും കൂടുതൽ സമഗ്രമായ ശുചീകരണത്തിന് വെള്ളമോ സോൾവെന്റ് ക്ലീനറോ ഉപയോഗിക്കാം. പെനട്രന്റ്, സോൾവെന്റ് ക്ലീനർ, ഡെവലപ്പർ എന്നിവയെല്ലാം തീപിടിക്കുന്ന വസ്തുക്കളായതിനാൽ ചൂടുള്ള പ്രതലത്തിൽ പ്രയോഗിക്കാൻ പാടില്ല. ഈ മോഡ്യൂളിൽ നമ്മൾ പഠിച്ചു ഡൈ പെനട്രന്റുകൾ ഉപയോഗിച്ച് വെൽഡിംഗ് വൈകല്യങ്ങളുടെ വിലയിരുത്തൽ, ഡൈ പെനട്രന്റുകൾക്ക് ഉപരിതലം തയ്യാറാക്കൽ, വൈകല്യമുള്ള പ്രദേശത്തിന്റെ ഉപരിതലത്തിൽ പെനട്രന്റ് പ്രയോഗിക്കുന്നു, ഡെവലപ്പർ ആപ്ലിക്കേഷൻ, വൈകല്യങ്ങൾ പരിശോധിക്കുന്നു, സുരക്ഷാ നിർദ്ദേശം. ഈ സെഷന്റെ അവസാനത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു. നിങ്ങൾ എല്ലാ ആശയങ്ങളും മനസ്സിലാക്കിയെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ കാണാം.